പ്രകൃതിയുമായുള്ള വിനിമയത്തിൽ ഏറ്റവും ശക്തമായ വിനിമയം ഏതാണെന്ന് അറിയാമോ? അത് കൃതജ്ഞതയാണ്. സുതാര്യ മൂല്യങ്ങൾ എന്നുള്ള പരമ്പരയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കൃതജ്ഞതയെ കുറിച്ചാണ്. പറയുന്നത് ഇങ്ങനെയാണ്: ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പാൻഡ്സ് ദ സെൽഫ് ഇൻ ടു ഹാർമണി വിത്ത് ദ ഹോൾ ഓഫ് നേച്ചർ. കൃതജ്ഞത എന്ന് എന്നത് ലഭിച്ചതിന് നന്ദി പറയുക മാത്രമല്ല, ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണമായ പ്രകൃതിയോടും സകല സത്തകളോടും ആദരവോടെ തിരിച്ചു നൽകുന്ന ജീവിത ശൈലിയാണ്. പ്രകൃതി ധർമ്മം അനുസരിച്ച് സ്വീകരിച്ചതിന് തുല്യമായ മൂല്യം ലോകത്തേക്ക് പ്രസരിപ്പിക്കുമ്പോൾ കൃതജ്ഞത ആത്മപ്രസരണമായി മാറുന്നു. അപ്പോൾ വ്യക്തി പ്രകൃതിയുമായുള്ള ഏകതയും ആത്മീയ സമൃദ്ധിയും അനുഭവിക്കുന്നു. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ സുതാര്യ മൂല്യങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയുമായി ഏകതയിലാകാനുള്ള നമുക്കുള്ളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണവിശേഷമാണ്. അത് നമ്മുടെ ധർമാനുസരണമാണ് ഉണ്ടാവുക എന്നുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ എല്ലാം നേടിയിട്ടും സംതൃപ്തിയില്ലായ്കയും ബന്ധങ്ങളിൽ അകൽച്ചയും ജീവിതത്തിൽ ശൂന്യതയൊക്കെ അനുഭവപ്പെടുന്നത് നമുക്ക് കാണാനാവും. ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം അന്വേഷിച്ചു പോകുമ്പോഴാണ് നമ്മൾ ഇവിടേക്ക് ഇത്തരം സുതാര്യ മൂല്യങ്ങളിലേക്ക് എത്തുന്നത്. അതിൽ ഏറ്റവും പ്രമുഖമായ ഒന്നാണ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സാദരത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. അപ്പൊ അതില് ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒന്നാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും തരുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അവർക്ക് താങ്ക്സ് പറയാറുണ്ട്. താങ്ക്സ് പറയാൻ വെച്ചാൽ നമുക്ക് ആരെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കൊണ്ട് തന്നാൽ മാത്രമേ നമ്മൾ താങ്ക്സ് പറയാറുള്ളൂ. ഈ പലരുടെയും ധാരണ ജീവിതത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ അവിടെ എടുക്കാൻ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കുന്നു. കാരണം എടുക്കുന്നവരുടെ ലോകമാണല്ലോ. അപ്പോ ഞാൻ എടുക്കാൻ വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നു. എന്താ, ഞാൻ എനിക്ക് എടുത്താൽ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ്, അതായത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള ഒരു അവസ്ഥയിലാണ് പലതിനെയും എടുക്കുന്നത്. ഇതെല്ലാം പ്രകൃതി തരുന്ന അനുഗ്രഹങ്ങളാണ്. നമുക്ക് ഓരോ നിമിഷവും, ഓരോ ശ്വാസവും, ഓരോ നമ്മൾ കഴിക്കുന്ന അന്നത്തിന്റെ ഓരോ വറ്റും നമുക്കുള്ള പ്രകൃതിയുടെ ദാനമാണെന്നും അനുഗ്രഹമാണെന്നും മനസ്സിലാക്കാനായാൽ നമുക്ക് അവയോടെല്ലാം തന്നെ കൃതജ്ഞത പുലർത്താൻ കഴിയും. നമ്മൾ ലോകത്തുള്ള സർവ്വതിന്റെയും പുലിവാലുകളും പ്രശ്നങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ മനോതലത്തിൽ നിന്നും മാറി ഇവയെല്ലാം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തന്ന പ്രകൃതിയുടെ ആ വിശിഷ്ട വിധാനത്തിന് നന്ദി പറയാൻ ഒരുങ്ങിയാൽ നമ്മിലേക്ക് വരാതെ പോകുന്ന എന്താ പറയാ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നമ്മുടെ നേരെ വന്നു തുടങ്ങും. അപ്പോ കൃതജ്ഞത എന്ന് പറയുന്നത് അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു കാര്യമായിട്ട് പല സംസ്കാരങ്ങളും പഠിപ്പിക്കുന്നില്ല. സംസ്കാരങ്ങളും ഞാനിവിടെ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു വീട്ടിലൊരു സംസ്കാരം ഉണ്ടാവും, ഒരു ഗോത്രത്തിലൊരു സംസ്കാരം ഉണ്ടാവും, ഒരു പ്രദേശത്തൊരു സംസ്കാരം ഉണ്ടാവും. ഈ പലപ്പോഴും നമ്മുടെ സംസ്കാരങ്ങൾ എന്ന് വെച്ചാൽ പ്രാചീന സംസ്കാരങ്ങളല്ല, നമ്മൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായി വന്നിട്ടുള്ള സംസ്കാരത്തിലാണ് ഓരോരുത്തരും ജനിച്ചു വീഴുന്നത്. അപ്പൊ നമ്മൾ കടമെടുത്തിട്ടുള്ള സംസ്കാരങ്ങളിലൂടെ, അല്ലെങ്കിൽ കടമെടുത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത സംസ്കാരങ്ങളിലൂടെ വളർന്നു വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ നമ്മുടെ പ്രാചീന സംസ്കൃതിയുടെ ഒരു വശം നമുക്ക് അറിഞ്ഞില്ല എന്ന് വരാം. അപ്പോ അതിനനുസരിച്ചായിരിക്കും വീടിന്റെ ചിട്ടകൾ ഉണ്ടാവുക. ആ വീടിന്റെ ചിട്ടകൾ ജനിച്ചു വരുന്നവർക്ക് കൃതജ്ഞത പറയേണ്ടതിന്റെ ആവശ്യകത കൃത്യമായിട്ട് അറിയില്ല. അത് പ്രത്യേകിച്ചും വിദ്യാഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ എഡ്യൂക്കേഷൻ, ഡിഗ്രി എന്നുള്ള രൂപത്തിലല്ല പറയുന്നത്. ശരിയായ ജീവിത വിദ്യയെ കുറിച്ചുള്ള അഭ്യസനമില്ലാത്തവരോ, സാംസ്കാരികമായി പുറകിൽ നിൽക്കുന്നവരോ, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരോ ഒക്കെ ഈ കൃതജ്ഞതയുടെ അംശം നല്ലപോലെ കുറവുള്ളവരായിരിക്കും. കൃതജ്ഞത എത്രത്തോളം കുറഞ്ഞോ അത്രത്തോളം ദാരിദ്ര്യം കൂടപ്പുറപ്പായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ജീവിതത്തിന്റെ ഒരു ചുവട് വയ്ക്കാൻ നമുക്ക് കഴിയാത്ത രീതിയിലുള്ള ദാരിദ്ര്യം നമ്മൾ മുറുകെ പിടിപ്പിക്കുന്നുണ്ടെങ്കിലും പരിശോധിക്കേണ്ടത് നാം കൃതജ്ഞരാണോ, ലഭിച്ചതിന് കൃതജ്ഞത പറയുന്നുണ്ടോ എന്നുള്ളതാണ്. ലഭിച്ചതിനെ തിരിച്ചറിയാനുള്ള ബോധമാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയത്, നീ കിട്ടാനുള്ളതിനെ കുറിച്ചും കിട്ടാതെ പോയതിനെ കുറിച്ചും പരാതി പറയുന്നതിനു പകരം ലഭിച്ചതിനെ, തനിക്ക് ഇന്നോളം കിട്ടിയതിനെല്ലാം
അത് കിട്ടി എന്നുള്ളത് തിരിച്ചറിയുന്നതാണ് ആ ബോധമാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. അത് ജീവിതത്തോടുള്ള നന്ദിയുടെ നിലപാടാണ്. നന്ദി എന്നുള്ള പദം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജീവിതത്തിൽ നമുക്കെല്ലാം തന്നിട്ടുള്ളതിനോടുള്ള ആഭിമുഖ്യമാണ്, തുറന്നൊരവസ്ഥയാണ്. അതിനെ സന്തോഷകരമായി ബന്ധുഭാവത്തിൽ ജീവിതത്തെ കാണാനുള്ള ആ തുറവിയാണ് ഈ കൃതജ്ഞത എന്ന് പറയുന്നത്. സത്യത്തിൽ അത് പ്രകൃതിയോടുള്ള, നമുക്കെല്ലാം തരുന്ന പ്രകൃതിയോടുള്ള ആദരവിന്റെ പ്രകടനമാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആത്മീയ വളർച്ചയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം. നമ്മൾ ആത്മീയമാകുന്നു എന്ന് പറയുമ്പോൾ മൂല്യവത്താകുന്നു എന്നാണ് അർത്ഥം. ആ മൂല്യം എന്ന് പറയുന്നത് കേവല ശരീരത്തിനും അപ്പുറത്തുള്ള സവിശേഷതയാണ്. ആ സവിശേഷത എന്ന് പറയുന്നത് നാം നിൽക്കുന്ന പരിസരത്തു നിന്നും വേണ്ടതെല്ലാം എടുത്ത് വേണ്ടത് ഉപയോഗിച്ച് വേണ്ടാത്തത് പ്രകൃതിയിലേക്ക് തിരികെ കൊടുക്കുന്ന ആ ഒരു പ്രവാഹ വിന്യാസമുണ്ടല്ലോ. ആ പ്രവാഹ വിന്യാസത്തിൽ നമ്മുടെ സവിശേഷമായ പരത പ്രവഹിപ്പിക്കാനുള്ള ശേഷി, ആ ശേഷിയെയാണ് നമ്മളിവിടെ കൃതജ്ഞതയായി മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മളിത് പറയുമ്പോൾ ആരോടാണ് കൃതജ്ഞത ചെയ്യേണ്ടത്? നമുക്ക് ആരെങ്കിലും എവിടെന്നെങ്കിലും വന്ന് ഒന്ന് തന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണ്ടപ്പെട്ടത് തന്നു കഴിഞ്ഞാൽ അതിനോട് കൃതജ്ഞത പറയുക എന്നുള്ളത്, താങ്ക് യു എന്നൊക്കെ പറയല് നമ്മുടെ ഒരു എന്താ പറയാ സായിപ്പ് പഠിപ്പിച്ചു വിട്ടിട്ടുള്ളത് കൊണ്ട് നമുക്കത് അറിയാം. അവിടെയാണോ കൃതജ്ഞത നമ്മൾ അവതരിപ്പിക്കേണ്ടത്? ഇന്നോളം ലഭിച്ച സർവ്വതിനും ആണ് നമ്മൾ കൃതജ്ഞത നൽകേണ്ടത്. ഇന്നോളം നമുക്ക് ലഭിച്ചത് എന്തൊക്കെയാണോ അതിനോട്, സർവ്വതിനോടും ആണ് നമുക്ക് കൃതജ്ഞത ഉണ്ടാകേണ്ടത്. പ്രകൃതിയിലെ ഓരോ ഘടകത്തോടും, ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പ്രകൃതിയിലെ ഓരോന്നിനോടും നമുക്ക് കൃതജ്ഞത ഉണ്ടാകേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ജീവിതത്തെ പോഷിപ്പിച്ച ഓരോ സത്തകളോടും, ചിലപ്പോ ഒരു പോഷണമായിരിക്കാം, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ഒരു സംഭവമായിരിക്കാം, ചിലപ്പോൾ ഒരു സ്ഥലമായിരിക്കാം. നമ്മുടെ ജീവിതത്തെ ഇന്നോളമുള്ള ജീവിതമാക്കി വളർത്തിയെടുത്തത് എന്തെല്ലാമാണോ അതില് ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിനോടും, എല്ലാ കാരണങ്ങളോടും, സർവ്വതിനോടും നമുക്ക് കൃതജ്ഞത ഉണ്ടാവണം. കാരണം ഇന്ന് നമ്മളെ നിലനിർത്തുന്നത്, നമ്മളെ നാമാക്കി നിർത്തുന്നത്, ഇപ്പോഴും നമ്മൾ സൗഖ്യമണ്ഡലത്തിൽ ജീവിക്കാൻ അതിന് കാരണമാകുന്നത് ഇവയെല്ലാമാണ്. ഭൗതിക വസ്തുക്കളുണ്ട്, സ്ഥലങ്ങളുണ്ട്, കാലങ്ങളുണ്ട്, രൂപങ്ങളുണ്ട്, ഭാവങ്ങളുണ്ട്, ഭവങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. അതിൽ പലതും ദൃശ്യമാകാം, പലതും അദൃശ്യമാകാം. ഇവ എല്ലാത്തിനോടും നമുക്ക് കൃതജ്ഞത ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രകൃതിയുടെ ധർമ്മമുണ്ട്, പ്രകൃതി നമ്മിൽ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തിന് കൃതജ്ഞത നിൽക്കുന്നുണ്ട്. ആ ധർമ്മം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾക്ക് ഈ ലോ ഓഫ് ഇക്കോണമി അനുസരിച്ച് നമുക്ക് എന്ത് ലഭിക്കുന്നുവോ അത് പകരം നൽകേണ്ടതുണ്ട്. അതായത് ഇപ്പോ കിർച്ചോഫ്സ് ലോ അനുസരിച്ച് നമ്മൾ ഇലക്ട്രോണിക്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, ഇലക്ട്രിക്കൽസിൽ പഠിക്കുന്നതാണ്. കറന്റ് മീറ്റിംഗ് അറ്റ് പോയിന്റ് വിൽ ബി ദ ആൾജിബ്രായിക് സം ഓഫ് ദ കറന്റ് മീറ്റിംഗ് അറ്റ് പോയിന്റ് വിൽ ബി 0 എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വരുന്ന കറണ്ടും പോകുന്ന കറണ്ടും എല്ലാം കൂട്ടി നോക്കിയാൽ 0 ആയിരിക്കും. 10 വന്നാൽ 10 പോകും എന്നുള്ള രീതിയിൽ. അപ്പോ കൃതജ്ഞത എന്ന് പറയുന്നത് ഈ ഒഴുക്കുണ്ടല്ലോ, അതായത് ഒരു പ്രവാഹമുണ്ട്, ആ പ്രവാഹത്തിലെ ഒരു കേന്ദ്ര ബിന്ദുവിൽ വന്നു ചേരുന്നതും പോകുന്നതും സമമായിരിക്കണം എന്നാൽ അപ്പോഴാണ് സമഭാഗത്തിലായിരിക്കുക. നമ്മുടെ ജീവിതത്തിലെ ധ്രുവതയുടെ നിയമത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് വന്നാൽ അത് കൂട്ടുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയ ജീവിതത്തിൽ ഉണ്ടാവും. അതുവഴിയാണ് ജീവിതം ബാലൻസ് ചെയ്യുക. അങ്ങനെ ബാലൻസ് ചെയ്യിപ്പിക്കണം. അങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിന്റെ എന്തോ ഒരു വികലത അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഒരാൾ ദാരിദ്ര്യത്തിലാണ്, അഷ്ടദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്, അയാൾ സമ്പന്നതയിലേക്ക് ചെന്ന് കയറും. അങ്ങനെയാണ് പ്രകൃതിയുടെ ഒരു സംവിധാനം. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഇവിടെ മെന്റൽ ബ്ലോക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണമാകുന്ന കൃതജ്ഞതയാണ്. അപ്പോ ഈ പ്രകൃതിയുടെ ധർമ്മം എന്ന് പറയുന്നത് തന്നെ ഈ പ്രവാഹത്തെ തുലനം ചെയ്യുക എന്നുള്ള ഒന്നാണ്. അപ്പോ നമുക്ക് എന്താണോ ലഭിച്ചത്, പരിസരത്തൊന്നും നമ്മൾ വേണ്ടത് എടുക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ ആൽഗരിതമാണ്. അപ്പോ പ്രകൃതിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്താണ്, അതിന് പകരം നൽകുക എന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ 100 ഗ്രാം ഭക്ഷണം കഴിച്ചാൽ 100 ഗ്രാം വിസർജ്യം നമ്മൾ വെളിയിലേക്ക് കൊടുക്കുക എന്നുള്ളത് ആവശ്യമാണ്. പക്ഷെ ഭൗതികമായി കിട്ടുന്നതെല്ലാം അതേപടി നമുക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള പ്രായോഗികമാണോ? വെളിയിൽ നിന്ന് കിട്ടുന്നത് ശരീരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടാണ്, ശരീരത്തിൽ ചേർന്ന് നിന്നിട്ടാണ് അത് പ്രവൃത്തിയായിട്ടും ചിന്തയായിട്ടും ഒക്കെ മാറുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഭൗതികമായതെല്ലാം തിരിച്ചു കൊടുക്കുക, തിരിച്ച് പ്രകൃതിയിലേക്ക് കൊടുക്കുക എന്നുള്ളത് അതേപോലെ സാധ്യമല്ല. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുക?
അവിടെ എന്താ വെച്ചാൽ ഇപ്പൊ ഭക്ഷണമാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് മറ്റു ചില സൗകര്യങ്ങളാണ് കിട്ടുന്നതിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ ആർജിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇത് നമ്മുടെ ശരീരത്തിലെ ജീവശക്തിയായിട്ട് മാറുന്നുണ്ട്. ആ ജീവശക്തി എന്നുള്ളത് ആണ് നമ്മൾ വെളിയിലേക്ക് കൊടുക്കുന്നത്. ജീവശക്തിയുടെ പങ്കിടലാണ് കൊടുക്കേണ്ടത്. ആ ജീവശക്തിയുടെ പങ്കിടൽ നൽകുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? സ്വീകരിക്കുന്നതും നൽകുന്നതും തമ്മിൽ സന്തുലിതമാക്കലാണ്. ഇങ്ങനെയാണ് ഈ പരസ്പര പോഷണം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. അതായത് പരിസരവും നമ്മളും തമ്മിലുള്ള പാരസ്പര്യത്തിലുള്ള പോഷണം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുന്നത്. അവിടെ ഈ ജീവശക്തിയായി നമ്മൾ വെളിയിലേക്ക് കൊടുക്കാൻ കഴിയാം. നമുക്കിപ്പോ ഊർജമായിട്ട് കൊടുക്കാം, മറ്റു പല രൂപത്തിലും കൊടുക്കാം. പറഞ്ഞ വിസർജ്യം എന്നുള്ള രൂപത്തിൽ നമുക്ക് കൊടുക്കാം, ഒരു ശക്തിയായിട്ട് കൊടുക്കാം. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മൾ പ്രധാനപ്പെട്ട ആ ഒരു ദാനം എന്ന് പറയുന്നത്, നമ്മൾ സ്വീകരിക്കുന്നു അതല്ലാതെ ദാനം ചെയ്യുന്നു. ആ ദാനം എന്ന് പറയുന്നത് കൃതജ്ഞതയാണ്. ഈ കൃതജ്ഞതയുടെ ഒരു യഥാർത്ഥ പ്രകടനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നന്ദി പറയുന്നു, ഒരാളൊരു കാര്യം പറഞ്ഞു താങ്ക് യു എന്ന് പറയുന്ന അവസ്ഥയല്ല. ആ നന്ദി പറയുന്നതിൽ ഒതുങ്ങാത്ത ഒരു തരം മനോഭാവമുണ്ട്, നമുക്ക് പറഞ്ഞ തീരാത്ത രീതി അല്ലെ. നമ്മള് ഇപ്പൊ പട്ടിക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു, പട്ടിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പട്ടി പിന്നെ ഉടനെ തന്നെ നമ്മളടുത്ത് വന്നിട്ട് അതൊന്ന് വാലാട്ടി കാണിക്കും. പക്ഷെ അവിടെ കൊണ്ട് തീരുമോ? ഇല്ല. അത് നിരന്തരമായിട്ട് അത് തുടർന്നുകൊണ്ടിരിക്കും. അത് നിരന്തരമായി തുടരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് നമ്മളിലേക്ക് തുറന്നുകൊണ്ടിരിക്കുന്ന ആ ജീവശക്തിയെ, അതിന്റെ പ്രാണശക്തിയെ, അതിന്റെ മനസ്സിനെ, അതിന്റെ സ്നേഹത്തെ, അതിന്റെ ആദരവിനെ നമ്മിലേക്ക് തുറന്നു വെക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് ഒരു ദിവസത്തേക്കാണോ? ഒരു നിമിഷത്തേക്കാണോ? അല്ല, അത് നിരന്തരമാണ്. അപ്പോ ജീവിതത്തിലൂടെ തിരിച്ചു നൽകുന്ന ഒരു സമീപനം പട്ടിക്കുണ്ട്, നമുക്കുണ്ടോ എന്നുള്ളത് പരിശോധിച്ചാൽ മതി. നമുക്ക് ഒരിക്കൽ പോലും ആ താങ്ക് യു എന്ന് പറയാനുള്ള മാനസികാവസ്ഥ പോലും ഇല്ലാത്തിടത്താണ് നമ്മൾക്ക് ഇതൊരു നിരന്തര സമീപനമാണെന്ന് പറയുന്നത്. ഈ നിരന്തര സമീപനം സത്യത്തിൽ നമ്മൾ ഈശ്വരൻ എന്നുള്ള ആശയവുമായിട്ട് ചേർത്ത് വായിക്കുന്ന സമയത്ത് ഭക്തിയുടെ രൂപത്തിൽ പലരും വരും നമുക്ക് കാണാനാവും. നമ്മിൽ തന്നെ പലപ്പോഴും ആ ഭക്തി നിറഞ്ഞു വരുന്നത് ചില പ്രത്യേക സാഹചര്യത്തിൽ വരൂ എന്ന് മാത്രം. എന്നെപ്പോലുള്ള ഈ ചിന്തകളുടെ ലോകത്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും ഈ കൃതജ്ഞതയുടെ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ചില ഈവന്റുകളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ ആ യുക്തിയുടെ അവസ്ഥ നിർത്തിവെക്കുന്ന സമയത്ത് തനിയെ ഇത് വെളിപ്പെടും. ഇതിന്റെ തെളിവാണ് നമ്മൾ ഒരു സിനിമ കാണുന്ന സമയത്ത് ഏറ്റവും സുന്ദരമായ ശുഭകരമായ ഒരു രംഗം കാണുകയിൽ, ഫീൽ ഗുഡ് സ്ക്രീൻ കാണുകയിൽ കണ്ണിക്കൂടെ വെള്ളം വരുന്നത്. ഇത് ബയോളജിക്കലി ഈ കൃതജ്ഞത വെളിയിലേക്ക് വരലാണ്. അപ്പൊ നമുക്ക് ഈ കൃതജ്ഞത എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള പ്രകടനം എന്ന് പറയുന്നത് ഈ താങ്ക് യു എന്ന് പറയൽ മാത്രമല്ല, അത് പട്ടി ചെയ്യുന്നത് ആ നിരന്തരമായ ആഭിമുഖ്യം ഉണ്ടാവുക എന്നുള്ള ജീവചൈതന്യത്തിന്റെ വെളിപ്പെടലാണല്ലോ ഈ കൃതജ്ഞത എന്ന് പറയുന്നത്. അത് നിരന്തരമായിട്ടുള്ള ആ ഒരു തുറന്നുവെക്കലായിട്ട് അത് മാറണം. അത് ഒരു പക്ഷെ സേവനത്തിലൂടെ നമ്മുടെ ആ മൂല്യത്തെ, കൃതജ്ഞമായിട്ടുള്ള ആ മൂല്യത്തെ നമ്മൾ പങ്കിടുക എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ പോകണം. അത് ഇപ്പൊ പട്ടിയും നമ്മൾ തമ്മിൽ ആഭിമുഖ്യത്തിലായിട്ടുണ്ടെങ്കിൽ പട്ടി നമ്മളുടെ ഒപ്പമായിരിക്കുക എന്നൊരു അവസ്ഥയില്ലേ, അതാണ് സഹജീവനം എന്നുള്ളത്. ആ സഹജീവനത്തെ സമ്പന്നമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ. നമ്മൾ പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയോട് കൃതജ്ഞമാകുകയാണെങ്കിൽ ആ പ്രകൃതിയോടുള്ള സഹജീവനത്തെ പോഷിപ്പിക്കുന്നതാകണം നമ്മുടെ നിലയും നിലപാടും, നമ്മുടെ കാഴ്ച, നമ്മുടെ ആഭിമുഖ്യം, ചിന്ത എല്ലാം, വാക്ക്, പ്രവൃത്തിയെല്ലാം. ഇതാണ് കൃതജ്ഞത. അല്ലാതെ കണ്ടതിനെ മുഴുവൻ കുറ്റം പറഞ്ഞ്, കണ്ടതിലെ മുഴുവൻ ദോഷങ്ങൾ മനസ്സിലാക്കി, കണ്ടതിനെ മുഴുവൻ തെറിയും വിളിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ, അതായത് എന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ കാണുന്നതെല്ലാമാണ്, ഞാനിതിന്റെ പ്രശ്നക്കാരനെയല്ല എന്ന് കരുതുന്ന അവസ്ഥയുണ്ടല്ലോ. അവസ്ഥയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ദാരിദ്ര്യം മാറില്ല, ദുഃഖങ്ങൾ മാറില്ല, അനുചിത സംഭവങ്ങൾ മാറില്ല, ഇതൊന്നും മാറില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതേസമയം കൃതജ്ഞമായിട്ടുള്ളവരുടെ കാര്യം ആലോചിച്ച് നോക്കൂ. അവർ ഓരോ തവണയും സമ്പന്നതയിലേക്ക്, അത് മാനസികമായ സമ്പന്നതയായിക്കോട്ടെ, ദ്രവ്യത്തിന്റെ സമ്പന്നതയായിക്കോട്ടെ, ബന്ധത്തിന്റെ, ആരോഗ്യത്തിന്റെ എല്ലാം ആ സമ്പന്നതയിലേക്ക് പതുക്കെ പതുക്കെ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അതിലൂടെ അവരെ കടന്നുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണാനാവും. അപ്പോ ഇത് കൃതജ്ഞത എന്ന് പറയുന്ന ആ ഒന്നിനെ നമ്മൾ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ, പ്രകൃതിയെ കാണാനുള്ള, പ്രകൃതിയോട് നമ്മൾ ഇടപെടാനുള്ള ഒരു പുതിയ ആൽഗുരിതമായിട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇപ്പോ പ്രകൃതിയിലെ നമ്മൾ കാണുന്ന സർവവും പ്രകൃതിയുടെ പ്രതിരൂപങ്ങളാണ് അല്ലെ. നമ്മളൊരു വസ്തുവിനെ കാണുന്നു, സ്ഥലം കാണുന്നു, കാലം കാണുന്നു, അല്ലെങ്കിൽ ഒരു പ്രവർത്തനം കാണുന്നു, അല്ലെങ്കിൽ ഒരു പ്രതിഭാസം കാണുന്നു, എല്ലാം പ്രകൃതിയുടെ തന്നെ വിവിധ രൂപങ്ങളാണ്. അത് തന്നെ നമ്മൾ ദൈവമെന്നും ഒക്കെ വിളിക്കുന്ന സമയത്ത് അത് ഈശ്വരീയത്തിന്റെ പ്രകടനങ്ങളാണ് എല്ലാം തന്നെ.
അപ്പോ ഓരോ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവത്തിന്റെ രൂപത്തിലാണ് ദ്രവ്യങ്ങളെല്ലാം മുമ്പിലെത്തുന്നത്. വസ്തുതകളും സ്ഥലകാല രൂപഭാവ ഭാവങ്ങളെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ എത്തുന്നത് ഓരോ അനുഭവങ്ങളുടെ രൂപത്തിലാണ്. ആ ഓരോ അനുഭവത്തിനും ഒരു സ്പേസ് ഉണ്ടല്ലേ. അതായത് എന്താണോ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, ആ മീൻ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു സ്പേസിലാണ് അത് വന്ന് നിൽക്കുക. ഒരാൾ ശത്രുവായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ ശത്രുതാഭാവം എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ ഉള്ളിൽ കാണുന്ന ശത്രുതയുടെ ഒരു തലമുണ്ട്. ഈ ശത്രുതയുടെ തലം അവിടെ ഉണർന്നിരിക്കുമ്പോൾ അവിടേക്ക് അഭൗമമായി അത് ശത്രുവാണെന്ന രീതിയിൽ അത് മുന്നിലേക്ക് വരും. നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവവും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ആ വിധത്തിലാണ്. അപ്പോ അവിടെ ഈ ശത്രുതാഭാവത്തിന് പകരം അവിടെ ആദരവോടുകൂടിയ കൃതജ്ഞതയോട് കൂടിയ ഒരു സമീപനം നമുക്കുണ്ടാകുമ്പോൾ ഈ അവസ്ഥ മാറിക്കിട്ടും. കാരണം നമ്മൾ അതിനോട് അഭിമുഖമാണ്, സുതാര്യമായ അഭിമുഖമാണ്, സ്നേഹപൂർവമായ ആദരപൂർവമായ ആഭിമുഖ്യമാണ് നമുക്കുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പ്രതിനില കൊള്ളുക? അപ്പോൾ പ്രകൃതിയെ കാണേണ്ടുന്ന ഒരു ആൽഗുരിതമായിട്ട് ഈ കൃതജ്ഞതയെ നമ്മൾ മനസ്സിലാക്കാം. പ്രകൃതിയെ നമ്മൾ കണ്ടിരിക്കേണ്ടത് ആൽഗരിതം. ഈ കൃതജ്ഞതയുടെ അളവ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം ജീവിതം സങ്കീർണമാകുന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ സുതാര്യ മൂല്യം എന്നുള്ള രീതിയിൽ, പ്രകൃതിയോട് ചേർന്നിരിക്കാനുള്ള നമ്മുടെ ആത്മീയ മൂല്യം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളതാണ് കൃതജ്ഞത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഈ കൃതജ്ഞത എന്ന് പറയുന്നത് പറയാനോ ചെയ്യാനോ മാത്രമുള്ള ഒരു കാര്യമൊന്നുമില്ല, അതൊരു ലൈഫ് സ്റ്റൈൽ കൂടെയാണ്. ഇപ്പോ നമ്മൾ വഴി കൂടെ പോകുമ്പോൾ എനിക്ക് ഈ ലോകത്തോട്, പ്രകൃതിയോട്, പ്രപഞ്ചത്തോട്, ഈ സമൂഹത്തോടൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചു പോവുകയാണെങ്കിൽ വഴി കൂടെ പോകുന്ന സമയത്ത് അവിടെ ഒരു മുള്ള് കിടന്നാൽ നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ശ്രദ്ധയുണ്ടാവില്ല. നമ്മൾ ആ മുള്ള് കണ്ടു കഴിഞ്ഞാൽ അതിനെടുത്ത് മാറ്റി ദൂരേക്ക് ഇടാം. മാറ്റി ദൂരേക്ക് ഇടുക എന്നുള്ളത് പകരം മുള്ളും ഒരു ദ്രവ്യമാണ്. മുള്ളിൻ്റെതായ ധർമ്മമുണ്ട്. ആ ധർമ്മം പാലിക്കാൻ പാകത്തിൽ അത് ഉചിതമായ ഒരിടത്ത് കിടത്തോട്ടെ എടുത്തൊരിടത്ത് കൊണ്ട് വെക്കാം. വസ്തുവിനോട് പോലുമുള്ള ആദരം എന്ന് പറയുന്നത്, വസ്തുക്കളോടുള്ള ഉത്തരവാദിത്വം, ഏതൊരു കാര്യവും ശുഭകരമായി സുന്ദരമായി ഇരിക്കണം എന്നറിയാൻ വേണ്ടിയുള്ള ആ ഒരവസ്ഥ. സുന്ദരമായി ഇരിക്കേണ്ടത് ആ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട എന്റെ ആവശ്യമാണെന്നുള്ളൊരവസ്ഥ. അപ്പോ കൃതജ്ഞമായിരിക്കുന്ന സമയത്ത് അതൊരു ജീവിതശൈലിയായി കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് ആ കൃതജ്ഞത കാണിക്കേണ്ടത് നമ്മുടെ മുന്നിൽ വരുന്ന ദ്രവ്യങ്ങളോട്, നമ്മുടെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളോട്. ഇപ്പൊ ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നു, ആ സാഹചര്യം വരുമ്പോൾ അതിനെ പക്വമായി കൈകാര്യം ചെയ്യാനുള്ള അറിവ് എന്ന് പറയുന്നത് കൃതജ്ഞതയുടെ പ്രകടനമാണ്. കൃതജ്ഞത എന്ന് പറയുന്നത് ഇവിടെ റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്, മനസ്സിലായല്ലോ അല്ലെ? വസ്തുക്കളോടുള്ള റെസ്പോൺസിബിലിറ്റി, സാഹചര്യങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി. ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാലോ, നീ ശരിയല്ല, നിന്റെ വസ്ത്രം ശരിയല്ല, നിന്റെ പലതും ശരിയല്ല എന്ന് ഞാൻ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവിടെ ഇടപെടുന്നതെങ്കിലും അവിടെ ശരിക്കും റെസ്പോൺസിബിലിറ്റി പോവുകയാണ്. ആ സാഹചര്യത്തെ സ്വീകരിക്കാനുള്ള എന്നിലെ പക്വത പോവുകയാണ് ചെയ്യുന്നത്. മനുഷ്യരോടാണെങ്കിലും ജന്തുക്കളോടാണെങ്കിലും അവിടെ നന്ദിയോടെയുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകണം. ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും ആദരവോടുകൂടി. നന്ദിയുടെ മറ്റൊരു രൂപത്തിലുള്ള പ്രകടനമാണ് ആദരം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഈ കൃതജ്ഞമായിരിക്കുന്ന സമയത്ത് എല്ലാം എനിക്ക് തന്നിട്ടുള്ള പ്രകൃതിയിൽ ഞാൻ ഇങ്ങനെ ഒരു കടലിലെ മീനിനെ പോലെ നീന്തി തുടിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തോട് തന്നെ നമുക്ക് ഒരു ശരിയായ വിശ്വാസമാണ് ഉണ്ടാവുക. ശരിയാം വിധം നമ്മളിങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ അലയടിച്ച് നമ്മളിങ്ങനെ മുൻപോട്ട് പോകും. അപ്പോ കൃതജ്ഞത എന്ന് പറയുന്നത് ഒരു ജീവിതമാക്കി മാറ്റുകയാണ് വേണ്ടത്. അതായത് മുമ്പിൽ കാണുന്ന വസ്തുക്കളോടോ സാഹചര്യങ്ങളോടോ ഒക്കെ ഉത്തരവാദിത്വത്തോടുകൂടി അവയെ സ്വീകരിച്ച് കടത്തിവിടാനുള്ള ഒരു പാകം നമ്മളിൽ ഉണ്ടാവുക. സർവ്വതിനോടും കൃതജ്ഞമായി നിൽക്കുന്ന ആ ഒരു ബിഹേവിയർ ഉണ്ടാവും. വസ്തുക്കളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, ജന്തുക്കളായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, സ്ഥലമായിക്കോട്ടെ, അവയോടെല്ലാം തന്നെ അത്തരത്തില് ജീവിതത്തോട് മൊത്തത്തിൽ ശുഭകരമായ ഒരു വിശ്വാസം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഈ കൃതജ്ഞതയെ ജീവിതമാക്കി മാറ്റുക എന്ന് പറയുന്നത്. ഈ കൃതജ്ഞത എന്നുള്ളത് ചിലപ്പോ യുക്തിയും പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് ചിലപ്പോ അതങ്ങോട്ട് ബോധ്യമാകാത്തൊരു കാര്യമായിരിക്കാം ഈ പറഞ്ഞ രീതി. അവർക്ക് മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ പറയാം, നമ്മളൊരു നന്ദി പറയുന്നു, ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാത്ത, ഒരു പ്രതിഫലവും കണക്കാക്കാത്ത നന്ദി. അതായത് ഒരാളൊരു സാധനം തന്നതിന് ഞാൻ നന്ദി പറയുന്നു എന്നുള്ളത് പകരം അയാൾ തന്നോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല, അയാൾ എന്റെ അടുത്തേക്ക് വന്നു എന്നുള്ളതിന് ഞാൻ നന്ദി പറയുന്നു എന്നുള്ളൊരവസ്ഥ.
ഞാൻ എന്നെ ഒരാള് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു എന്നുള്ളതിനു പകരം അത് ഉപാധികളൊന്നുമില്ലാതെ ഞാൻ ആദരിക്കുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് എത്ര പേരോട് അങ്ങനെയുള്ള ഒരു ആദരവ് തോന്നാറുണ്ട്? സർവ്വതിനോടും പുച്ഛം തോന്നുന്ന ഒരവസ്ഥ സമൂഹത്തിലില്ലേ? അതിന് പകരം ഉപാധികളില്ലാതെ ആദരവ് ഉണ്ടെങ്കിൽ അത് യുക്തിപൂർണമായിട്ട് ചെയ്യാവുന്ന ഒരു രീതിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ജീവിത ശൈലിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമുക്ക് എനിക്ക് വേണം, എന്റേതാണ്, ഞാൻ എന്റെ വട്ടത്തിലുള്ളതാണ് എന്ന് കരുതുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ സ്വാർത്ഥതയെ അതിജീവിക്കുന്ന ഒരു മനസ്സ്, ഈ സ്വാർത്ഥത പാടില്ല എന്ന് യുക്തിബോധത്തോടെ ഞാൻ മനസ്സിലാക്കുമ്പോൾ അവിടെ കൃതജ്ഞത കൊണ്ടുവരിക തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പ്രകൃതിയോട് ചേർന്നിരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ, ഞാൻ ഒന്നിനും പ്രതിഫലം കാക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഞാൻ വാത്സല്യപൂർണമായിട്ട് എന്നിലും ചെറുതായി ഇതിനെ കരുതേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്, അതിനോട് വാത്സല്യപൂർണമാണ് ഞാൻ ഇടപെടേണ്ടത് പറയുമ്പോൾ, ഇതൊക്കെ ചിന്തയിൽ ഉണ്ടാവുന്നതാണ് അല്ലെ? ആ ചിന്തയിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നമുക്ക് കൃതജ്ഞത പ്രകടമാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഈ എടുക്കുന്നവരുടെയും കൊടുക്കുന്നവരുടെയും സമൂഹത്തില് എടുക്കുന്നവരാകുന്നത് ആണ് നമ്മൾ ഏറിയ പങ്കും അല്ലെ? എടുക്കുന്നവരാണ്. കൊടുക്കുന്നവർ വളരെ കുറവാണ്. എടുക്കുന്നത് പോലെ തന്നെ കൊടുക്കണം, കാരണം എടുക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, ശരിയാണ്. പക്ഷെ ആ എടുക്കുന്നതിൽ നിന്നും തിരിച്ചു നൽകൽ എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. എടുക്കേണ്ടത് ആവശ്യമാണ്, പക്ഷെ എടുക്കുന്നതിനും അധികമായി തിരിച്ചു നൽകുക. ആ തിരിച്ചു നൽകുന്ന എങ്ങനെയാണ്? അത് എടുത്തത് അങ്ങനെ തന്നെ തിരിച്ചു നൽകി കഴിഞ്ഞാൽ ആ എടുക്കൽ നടക്കില്ല. പക്ഷെ അതിന് തത്തുല്യമായ അളവിൽ നമ്മുടെ ജീവശക്തിയെ, നമ്മുടെ ജീവ ഊർജത്തെ, നമ്മുടെ ജീവപ്രഭാവത്തെ നമ്മൾ വെളിയിലേക്ക് കൊടുക്കുക. ആ വെളിയിലേക്ക് കൊടുക്കാനുള്ള ബോധമാണ്, വികാരമാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. അവിടെയാണ് സ്വന്തമാക്കൽ എന്നുള്ളൊരവസ്ഥയിൽ നിന്നും പങ്കുവയ്ക്കൽ എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നത്. എല്ലാം എന്റേത് എന്ന്, എന്റെ വട്ടം എന്ന് പറയുന്നതിന് പകരം നമുക്കുള്ളതെല്ലാം എല്ലാവർക്കും ഉള്ളതെന്നുള്ള രീതിയിൽ പങ്കുവയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത്. അവിടെയാണ് വ്യക്തി പ്രകൃതിയായിട്ട് വ്യാപിക്കുന്നത്, പ്രകൃതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. അത് കേവലം ഒരു ആത്മം എന്നുള്ളൊരവസ്ഥയിൽ നിന്നും ഈ ജീവജാലത്തിലേക്കുള്ള, ജൈവജാലികയിലേക്കുള്ള നമ്മുടെ പ്രസരണം എന്ന് പറയുന്നത് ആണ് ഈ കൃതജ്ഞത എന്ന് പറയുന്നത്. ഈ കൃതജ്ഞത നമ്മളെ ഏകതാര ജീവിതത്തിലേക്കാണ് എത്തിക്കുക. കൃതജ്ഞമായിരിക്കുമ്പോഴേ അത് സാധിക്കുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇത് ആത്മപ്രസരണമാണ്, നമ്മുടെ ആത്മാവിന്റെ ആത്മ ഊർജത്തിന്റെ, ജീവചൈതന്യത്തിന്റെ പ്രസരണമാണ്. ആ പ്രസരണത്തിന്റെ അനുഭവമാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. അത് പ്രകൃതിയിലെ ജീവജാലങ്ങളുമായിട്ടുള്ള ഐക്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ജീവിതത്തിന്റെ ഒഴുക്കിൽ നമ്മൾ പങ്കാളിത്തം നേടുന്നു. നമ്മുടെ മൂല്യങ്ങളെ സ്വാഭാവികമായി പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയിൽ ഈ കൃതജ്ഞത എപ്പോഴും വെളിപ്പെടും. അത് സമഗ്രമായ ഒരു ജീവിതാവബോധമായിട്ട് എപ്പോഴും നിലനിൽക്കും. കൃതജ്ഞതയുണ്ടെങ്കിൽ അത് സമഗ്രമാകുന്ന ഒരു ജീവിതാവബോധമായി മാറും. അപ്പോ മനസ്സിലാക്കുക, ജീവിതം എന്ന് പറയുന്നതിൽ നമുക്ക് ഈ അകത്തേക്ക് വരുന്നതിന് അധികമായിട്ട് നമ്മൾ നിരന്തരമായി പ്രകൃതിയിലേക്ക് നമ്മെ തന്നെ തിരികെ നൽകുന്ന ഒരവസ്ഥയാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. നമ്മെ തിരികെ കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മിലേക്ക് വന്നു ചേരുന്ന വിഭവത്തിന്റെ, സന്തോഷത്തിന്റെ, സുരക്ഷയുടെ അളവ് കൂടി വരും. നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറല്ലാത്തപ്പോ നമ്മിലേക്ക് വരുന്നത് കുറയും. കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ കിട്ടുന്ന പണം എടുത്ത് കൊടുക്കുക, ദ്രവ്യം എടുത്ത് കൊടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ സ്നേഹത്തിന്റെ രൂപത്തിൽ, ആദരവിന്റെ രൂപത്തിൽ, ഭക്തിയുടെ രൂപത്തിൽ, വാത്സല്യത്തിന്റെ രൂപത്തിലും ഒക്കെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. അതിലേറ്റവും ശക്തമായിട്ടുള്ളത് ഇതെല്ലാം എനിക്ക് തന്നത് നീയാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട്, നമുക്ക് കിട്ടിയതിനെ കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അതിന് പ്രതിനില കൊള്ളുവാനുള്ള, ആ ഒഴുക്കിനെ സമ്പൂർത്തീകരിക്കാനുള്ള ആ ഒരു ശേഷിയാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. ഈ കൃതജ്ഞത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം സമ്പൂർണമാകും. ഇതാണ് സുതാര്യ മൂല്യങ്ങളിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു മൂല്യം. ഒന്ന് മാത്രമല്ല, മറ്റുള്ളവയും അതുപോലെ തന്നെയാണ്. പക്ഷെ കൃതജ്ഞ എന്ന് പറയുന്നതിന് ഒരു സവിശേഷ സ്ഥാനമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആ സവിശേഷ സ്ഥാനം എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിക്കുക. ആ അറിവുമായിട്ട് നാളെ വീണ്ടും നമുക്ക് കൂടാം. നാളെ പുതിയൊരു മൂല്യത്തെ പരിചയപ്പെടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.